നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. 2025 പുതിയ വർഷഫലത്തെയാണ് പറയാൻ പോകുന്നത്. ഈ കൊല്ലം കാർത്തികയുടെ മുക്കാല്, രോഹിണി, മകയിരത്തിന്റെ പകുതി വരെയുള്ള 30 നാഴികയാണ് ലവക്കൂറ്. അവർക്ക് ഈ കൊല്ലം ശനി മാർച്ച് മാസം കഴിയുമ്പോൾ 11 വരും, 2.5 വർഷം വളരെ നല്ലതാണ്. ഈ കൊല്ലം അടുത്ത കൊല്ലവും 2.5 വർഷത്തേക്ക് നേട്ടങ്ങൾ കിട്ടും. വേഴഗ്രഹം ഈ മെയ് വരെ 1-ലും അത് കഴിഞ്ഞാൽ 2-ലും വരും, അതും വളരെ നല്ലതാണ്. രാഹു ഇപ്പോൾ 11 നിൽക്കുന്നത് 10-ലോട്ട് വരും. അപ്പോൾ 10-ലെ രാഹു ജോലി തടസ്സങ്ങൾ ഉണ്ടാക്കും. തടസ്സം മാറ്റാൻ സർപ്പപൂജകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ ശനി 11 നിൽക്കുന്ന കാലവും വേഴൻ 2 നിൽക്കുന്ന കാലവും നമുക്ക് ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാകും. ശനി 30 വർഷത്തിലൊരിക്കലാണ് 11 വരുന്നത്. ചില ആൾക്കാർ ചോദിക്കും, എൻ്റെ ശനി എന്ന് തീരും, എന്നെങ്കിലും ശനി എനിക്ക് ഗുണം ചെയ്യൂ, ശനിന്ന് കേട്ട് ജീവിതം മടുത്ത് മരിക്കാൻ വരെ തോന്നിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. പ്രത്യേകിച്ച് കാർത്തിക, രോഹിണി, മകയിരം, ഇടവക്കൂറുകാർക്ക് ഭയങ്കര സ്നേഹവും ഇഷ്ടവും ബഹുമാനവുമാണ്. സ്നേഹം കൂടുമ്പോൾ സ്നേഹിതർ കൂടും, ലവറും ഫ്രണ്ട്സും ഒക്കെ കൂടും. അപ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് ചെറിയ കുറവ് വരും. നാട്ടിലുള്ളവരെ സ്നേഹിക്കുമ്പോൾ വീട്ടിലുള്ളവരുടെ സ്നേഹം കുറയും. അങ്ങനെ കുരുക്കുകൾ കൂടുതൽ വരാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം അവർക്ക് ഒരിക്കലും ഭാര്യ ശരിയല്ല, ഭർത്താവ് ശരിയല്ല, പുനർവിവാഹം, ഭർതൃമരണം, വൈധവ്യം, ഇതൊക്കെ കൂടുതൽ വരുന്നത് അവരുടെ സ്നേഹം കൂടുതൽ കൊണ്ടാണ്. അവൾക്കെന്തോ സ്നേഹമില്ല, അവനെന്തോ സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് കലഹിച്ച് പോകണേ കുഴപ്പമില്ല. ചിലവർ ആത്മഹത്യ ചിന്തയ്ക്ക് വരെ താല്പര്യം കാണിക്കുന്നവരാണ് ഈ ഇടവക്കൂറുകാർ. അപ്പം നിങ്ങൾക്ക് ഭാഗ്യങ്ങളും സന്തോഷങ്ങളും കിട്ടുമെങ്കിലും ഇങ്ങനെയുള്ള ജന്മനാലേ ഉള്ള നക്ഷത്രത്തിൻ്റെ സ്നേഹക്കൂടുതൽ കൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ മാറിക്കിട്ടാൻ നിങ്ങൾ വിചാരിച്ചാലേ പറ്റും. അപ്പോൾ ശനി 11 നിൽക്കുമ്പോൾ എന്തൊക്കെ കിട്ടും? ആരോഗ്യം, നൃപമാനനം, ധനസമായാനം, സുഹൃസംഭവ, സാഫല്യം, സകലക്രിയാസു സതതം, ചിത്തപ്രസാദോദയേ, സ്ഥാനപ്രാപ്തി, ജനാനുരാഗസുയശ, സന്താനലാഭാദിയുർവാര്യ. ആരോഗ്യം കിട്ടും. നിങ്ങളുടെ സർവമാരക രോഗങ്ങളും മാറി കിട്ടും. നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ മാറി നല്ലത് വരും. ചെറിയ അസുഖങ്ങളും പേടിക്കരുത്, വലിയ അസുഖങ്ങളും മാറി കിട്ടും. എങ്ങനെ രോഗം മാറിയാന്ന് തോന്നും, നമുക്ക് തന്നെ അതിശയം തോന്നും. ആരോഗ്യം കിട്ടും. നൃപമാനം എന്ന് വെച്ചത് രാജ്യഭരണ കാലത്താണ് ജ്യോതിഷം ഉണ്ടായത്. രാജാവ് വിളിച്ച് ചെങ്കോലും പൊന്നും പട്ടുമൊക്കെ തരും. ഇന്ന് സർക്കാരിൻ്റെ അവാർഡുകൾ, അംഗീകാരങ്ങൾ, പ്രൊമോഷൻസ്, നല്ല സാലറി, മെച്ചം, പഠിക്കാനും പഠിപ്പിക്കാനും പോകുന്നവർക്ക് നല്ല അഡ്മിഷൻ, നല്ല സ്ഥാനമാനങ്ങൾ, കീർത്തി, പ്രതാപം, ജനങ്ങളുടെ പ്രശംസ, അനുകൂലം ഒക്കെ കിട്ടും. അങ്ങനെ ധനസമായാനം, ധാരാളം ധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് ഒരു കഴിവില്ലാതെ മുണ്ടാതിരിക്കേണ്ട, അറിയാവുന്നുള്ള ജോലി ചെയ്യുമ്പോൾ തന്നെ അത് വലിയ നേട്ടങ്ങളും അംഗീകാരങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് തന്നെ എല്ലാം എനിക്കറിയാമെന്നുള്ളൊരു ചിന്ത വരും. നമ്മൾ പ്രവർത്തിക്കും, നേട്ടങ്ങളായിട്ട് വരും. സാഫല്യം, സകല ക്രിയാസു, എല്ലാ കാര്യവും, ഏത് പരീക്ഷയ്ക്കും മത്സരത്തിന് പോയാലും വിജയിക്കുകയും നേട്ടം കൈവരികയും ചെയ്യും. മനസ്സന്തോഷവും യശസ്സും, സന്താനലാഭാദിയോടുവായ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും, വ്യാപാര പ്രത്യഗുണങ്ങൾ. അതേപോലെ ശനി മീനൻ രാശി സഞ്ചരിക്കുമ്പോൾ നമുക്ക് സോണി ഗ്രാമ പുരാധികാര ജനിത പൂജാക്കു ധാന്യാഗമാനാണ്. ഗ്രാമത്തിൻ്റെയും പുരത്തിൻ്റെയും പട്ടണത്തിൻ്റെയൊക്കെ അധികാരങ്ങൾ, സംഘം, സമുദായം, രാഷ്ട്രീയ രംഗങ്ങളിൽ, പ്രവർത്തന രംഗങ്ങളിൽ, ബിസിനസ്സുകളിലൊക്കെ നേട്ടങ്ങളൊക്കെ കിട്ടി, കോട്ടങ്ങളൊക്കെ മാറി നല്ലത് വരും. യശസ്സും, ഭാര്യാസൗഖ്യം, ഭർത്തൃസൗഖ്യം, വർഷങ്ങളോളം കൊണ്ട് വിരോധിച്ച് ശത്രുവിനെ പോലെ ഇരിക്കുന്ന ബന്ധങ്ങളൊക്കെ സ്നേഹിച്ചു വരും. അതുകൊണ്ട് ചെറിയ വിട്ടുവീഴ്ച നമ്മൾ ചെയ്യണം. നമുക്ക് എല്ലാവരോടും സ്നേഹം നല്ലത് തന്നെയെങ്കിലും
സ്വന്തം വീട്ടിലുള്ളവരെ സ്നേഹിച്ച കുറച്ച് സന്തോഷവും കുടുംബ ബന്ധങ്ങൾക്ക് ശക്തിയും ജീവിത സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും അതിലൂടെ കിട്ടും. എല്ലാ പൈസയും ഭാഗ്യമൊക്കെ കിട്ടാതെ കിടക്കുന്ന ആനുകൂല്യങ്ങൾ, ജോലികൾ, അംഗീകാരങ്ങൾ ഒക്കെ കിട്ടി ക്ലിയറായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ക്ലിയറായിട്ട് വരും. കൂടാതെ വ്യാഴം ഒന്ന് നിൽക്കുന്ന സമയമാണ് ഇപ്പം മാർച്ച് വരുമ്പോൾ 2-ൽ. ഒന്ന് നിൽക്കുമ്പോൾ സുഖസ്ഥിതി ചെയ്യുക, ആരോഗ്യ അർത്ഥസമ്പത്തയ സുഖസ്ഥിതിയും ജയവും ആരോഗ്യവും അർത്ഥസമ്പത്ത് സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും, കീർത്തിയും വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും നേടാൻ പറ്റാത്തതും ഒരിക്കലും നേടാൻ പറ്റൂല എന്ന് തോന്നുന്ന പദ്ധതികളും വിജയിച്ച് നേടാനും നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരാനും പറ്റും. വിദ്യാസ്ഥാനം, കുടുംബസ്ഥാനം, ധനസ്ഥാനമാണ് ജ്യോതിഷത്തിൽ 2. അവിടെയാണ് സർവ്വ ഈശ്വര ചൈതന്യമുള്ള ഗ്രഹം നിൽക്കുന്നത് വ്യാഴം. അപ്പം വീട്ടിലുള്ളവർക്ക് ഈശ്വരാനുകൂല്യം വർദ്ധിച്ച് നല്ല വിദ്യ കിട്ടും, പഠിക്കാനും പഠിപ്പിക്കാനും പോകുന്നവർക്ക് നല്ലത് വരും. കുടുംബം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും മരുമക്കളും ചെറുമക്കളും അതേപോലെ അപ്പൂപ്പ അമ്മൂമ്മ സഹോദരങ്ങൾ മാവന്മാർ എല്ലാവരും കൂടെ ചേർന്നാലേ കുടുംബമാവും. അപ്പം നിങ്ങൾക്ക് അച്ഛൻ ഒരു സ്ഥലത്ത്, അമ്മ ഒരു സ്ഥലത്ത്, ഭാര്യ ഒരു സ്ഥലത്ത്, ഭർത്താവ് ഒരു സ്ഥലത്ത്, മക്കളുടെ സ്ഥലത്ത്, ഇങ്ങനെ പല രാജ്യങ്ങളിലും അകന്ന് നിൽക്കുന്നവർക്ക് ഒന്നിച്ച് ജീവിക്കാനൊരു അവസരം കിട്ടുന്ന സമയമാണ്. എല്ലാവർക്കും ഒന്നിച്ച് സ്നേഹിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നുന്ന സമയം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിക്കിട്ടുന്ന സമയമാണ്. നല്ല ജോലിയും പൈസയൊക്കെ കിട്ടി, നേട്ടങ്ങൾ കിട്ടി, കുടുംബ ബന്ധങ്ങൾ ശരിയായ വിധത്തിൽ നേട്ടം തരുന്ന, സ്നേഹം തരുന്ന, സന്തോഷം തരുന്ന സമയം. ധനമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ ധനം വേണം. ധനം വേണമെങ്കിൽ ജോലി വേണം. അപ്പോൾ ജോലി കിട്ടാനും പൈസ കിട്ടാനും ഇനി കിട്ടൂല എന്ന് വിചാരിച്ച് കിടന്ന പഴയ പണങ്ങൾ ആർക്കെങ്കിലുമൊക്കെ നമ്മൾ കടം കൊടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാനുള്ളതോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ആൾക്കാരിൽ നിന്നും കിട്ടാനുള്ളതോ ആയിട്ടുള്ള പണങ്ങൾ നമുക്ക് കിട്ടും. ഒരുപക്ഷെ നമുക്ക് ആരും പൈസ തരാനില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് നാട്ടുകാരുടെ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ പ്രീതിയും സഹായവും അനുകൂലവും ഒക്കെ കിട്ടി നമുക്ക് നല്ല സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന സമയമാണ്. പിന്നെ ഈ രാഹു 10ലേക്ക് വരെയാണ് മെയ് മാസം കഴിയുമ്പോൾ. അപ്പോൾ പ്രവൃത്തി സ്ഥാനത്ത് ചില ഭാര്യകൾ നമുക്ക് തലയുയർത്തി നിൽക്കും. അപ്പോൾ 10ൽ രാഹു വരുമ്പോൾ മുട്ടുവേദനയും നടുവേദനയൊക്കെ വരുമെന്നാണ് ഒന്ന്. 2 പാവേ കർമ്മഗതേതു കർമ്മവിഹതിർ ദുഷ്കീർത്തിരാജ്ഞാക്ഷതിർ ആജ്ഞാലംബനയോർ വിനാശനമവി യാജ്ഞാനുരുപോഷണമെന്നാണ്. ആ കർമ്മഗതേതു കർമ്മവിഹതിർ എന്ന് വെച്ചാൽ നല്ല ജോലി കിട്ടിയാലും ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് കുറച്ച് മാറി നിൽക്കുകയാണല്ലോ. ജോലി സ്ഥലത്ത് ചെന്ന് അവിടെയുള്ള ബോസും തൊഴിലാളിയും മുതലാളിയൊക്കെ പാരപണിയെന്ന് തോന്നും. അധികാരികളും നമ്മളെ കറക്കി അടിക്കാനൊക്കെ ശ്രമിക്കും. കാരണം നമ്മൾ ഓവർ സ്മാർട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ തള്ളിയിടാൻ ശ്രമിക്കും. ഒരു ജോലിയും ചെയ്യാതിരുന്നാലും തള്ളിയിടാൻ ശ്രമിക്കും. അങ്ങനെ ചില ഭാര്യകൾ നല്ലത് ചെയ്താലും കെട്ടത് ചെയ്താലും നമ്മൾ അള്ളാനും തള്ളിയിടാനും ഒക്കെ ശ്രമിക്കും. നാശനഷ്ടങ്ങൾ, നാശവും നഷ്ടമൊക്കെ വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാതെ ഒരാളെ സഹായിച്ച് നമ്മളെ പൈസ പോയി. അപ്പോൾ ഇങ്ങനെ ലാഭങ്ങൾ കിട്ടുമെന്ന് കരുതി പെട്ടെന്ന് കോടീശ്വരനാവാൻ കരുതി ലോട്ടറിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ലോട്ടറിയിൽ തന്നെ ഒരുപാട് പൈസയൊക്കെ നഷ്ടം വരും. അപ്പോൾ ഒരുപാട് പൈസ കിട്ടി, പക്ഷെ ഒരുപാട് പൈസ അതങ്ങ് ചിലവായി പോകണമെങ്കിൽ ദോഷം. പിന്നെ വീട് വയ്ക്കാൻ, വസ്തു വാങ്ങിക്കാൻ, വണ്ടി വാങ്ങിക്കാനൊക്കെ യോഗമുണ്ട്. അതിന് വേണ്ടി നമുക്ക് പൈസകളൊക്കെ ചിലവാക്കിട്ടത് കുഴപ്പമില്ല. രുക്ക് രോഗങ്ങളും പ്രോട്ടണം എരിയുക, കത്തുക, നശിക്കുക എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ തീ, കറണ്ട്, ഇടിമിന്നൽ, ഫാക്ടറി ജോലി ചെയ്യുന്നവർ, ഈ മെഷീനൊക്കെ കൈകാര്യം ചെയ്യുന്നവർ, വർക്കേഴ്സ്, ഇവരൊക്കെ വളരെ സൂക്ഷിക്കണം. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ അപകടങ്ങളിൽ കലാശിക്കാനും അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഒക്കെ യോഗമുണ്ട്. അതുകൊണ്ട് തടസ്സം മാറാനും ഐശ്വര്യപൂർത്തിക്കും വേണ്ടി നാഗരാജ, നാഗേക്ഷി, നാഗന്യ, സർപ്പദേവതകൾക്ക് പരിഹാരങ്ങളും പൂജകളും ഒക്കെ ചെയ്യണം. പിന്നെ നല്ല സമയമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ചിലപ്പോൾ ജാതകത്തിൽ ജനിക്കുമ്പോഴേ ഗ്രഹപ്പിഴ ഉള്ളവർക്ക് ജീവിതത്തിൽ ഒരു കാലത്തും രക്ഷപ്പെടാത്ത ഒരുപാട് ആൾക്കാർ
നമ്മളെ കുടുംബത്തിലുമുണ്ട്, നാട്ടിലുമുണ്ട്. അതുകൊണ്ട് ഒരു രക്ഷപ്പെടുന്നില്ല. ചില ജാതകങ്ങളിൽ ജനിക്കുമ്പോഴേ ഭാഗ്യമില്ലാതെ നേട്ടമില്ലാതെ ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുന്ന സമയത്ത് ജനിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് കഷ്ടവും നഷ്ടവും കടവും ജീവിതത്തിലെന്നും പരാജയങ്ങളും ഉണ്ടാകും. ഇത് പൊതുവായിട്ട് പറയണം. അപ്പോൾ ജാതകത്തിൽ നമുക്കൊരു ഗ്രഹപ്പിഴ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഗ്രഹപ്പിഴ മാറിക്കിട്ടാനുള്ള പൂജകളും ജപങ്ങളും മന്ത്രാദികളും സ്വയമായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഒരു കർമ്മിയെ വിളിച്ചും ചെയ്യാം. ഇങ്ങനെ പൂജകളും വഴിപാടും ഒക്കെ ചെയ്ത് ദോഷങ്ങൾ മാറ്റിയ മഴ ഒരു കാലദോഷമാണ്. മഴയെ മാറ്റാൻ പറ്റൂല. ഒരു കുടയെങ്കിലും നോക്കി പിടിച്ചാൽ നനയാതെ പോവാൻ പറ്റുന്നത് പോലെ വലിയ വിഷമതകൾ ചെറിയ പരിഹാരങ്ങളെ കൊണ്ട് പരിഹരിച്ച് രക്ഷ നേടാൻ പറ്റും. അങ്ങനെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി നിങ്ങളുടെ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നാളെല്ലാം അയച്ചു ചെയ്യണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും ഈ വരുന്ന 2.5 വർഷത്തേക്ക് നമുക്ക് കുറച്ച് നേട്ടവും ഭാഗ്യമൊക്കെ ഉള്ളത് കൊണ്ടും കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് ഉള്ള ജീവിത പരാജയങ്ങൾ മാറി സുഖവും സന്തോഷവും സ്നേഹവും ജോലി പൈസയൊക്കെ കിട്ടി രക്ഷപ്പെടാനും പറ്റുന്ന ഒരു ഘട്ടമാണ്. എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ അമാവാസി തോറും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയവും, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7:30 വരെ ദിവ്യാഭിഷേകങ്ങൾ, കാലഭൈരവ പൂജകളും ഒക്കെ ഉണ്ട്. ഇതിൽ പൂജകളിൽ പങ്കെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ദോഷങ്ങൾക്ക് ശമനം കിട്ടാനും നിങ്ങളുടെ കുടുംബത്തിനും ജീവിതത്തിനും തൊഴിലിലും ഐശ്വര്യം കിട്ടാനും ശത്രുമുക്തി ദോഷങ്ങൾ മാറി കിട്ടാനും ഒക്കെ അത് ഉപകരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും കാലഭൈരവ സ്വാമിയുടെയും പത്മനാഭ സ്വാമിയുടെയും അനുഗ്രഹ കടാക്ഷങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.